ഹായ്, ഹലോ. ഞങ്ങൾ ഞാനും ചേട്ടനും കൂടിയിട്ട് ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഒരു പൂജയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും ഏട്ടനും ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങനെ പോയിട്ടിരിക്കണം കേട്ടോ. രാവിലെ ഭയങ്കര മഴയായിരുന്നു. മഴയായതുകൊണ്ട് കുറച്ച് ദൂരം പറഞ്ഞൊരു ഒരു 5-10 മിനിറ്റ് ഡ്രൈവ്, പിന്നെ കുറച്ച് ദൂരം. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. പോണ വഴിയിൽ കുറേ ദൂരം മുമ്പ് കുറച്ച് ഞങ്ങളുടെ ഭാരതപ്പുഴയുണ്ട് കേട്ടോ. കുറേ പാടങ്ങളുണ്ട്, പാടം കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് പാലം. ഈ മഴ വന്നുകൊണ്ട് കുറച്ച് നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ഇത് നിറയുന്നതാണ്, ഫുള്ളാവും ഈ പാലം. മുക്കാലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ തറവാട്. ഈ പാലം കടന്നിട്ട് വേണം പോകാൻ. എത്തിയിരിക്കുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്, മുനീശ്വരൻ്റെ അമ്പലം, പറളയിൽ. ഈ അമ്പലം കഴിഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ അങ്ങനെ പോകണം. പോയി നോക്കണു, താഴേക്കൊരു കുന്നാണ് താഴേക്ക്. അതിൽ ചേട്ടൻ വലിയ കാര്യത്തിൽ വണ്ടിയൊക്കെ ഇറക്കി. നോക്കുമ്പോൾ അത് സെറ്റായില്ല. അവിടെ പിന്നെ തിരിച്ച് മേലേക്ക് കയറ്റി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നടന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ നടന്ന് പോകണം. നല്ല വ്യൂ ഉണ്ട് കേട്ടോ കാണാൻ. ഇനി കുറച്ച് നടന്ന് കണ്ടങ്ങനെ ഈ വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 സൈഡും മുള അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാ. നല്ലൊരു സ്ഥലമാണ്. അതിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പാടം. ഇവിടെ കുറച്ച് അങ്ങനെ ഇറങ്ങി, പിന്നെ കുറേ പാടത്ത് കൂടെ നടന്ന് അങ്ങനെ പാടത്തെത്തിയിരിക്കുന്നു. അങ്ങനെ 2 സൈഡും പാടം. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം നടക്കണം. അതാണ്ട് അതിൻ്റെ എൻഡിൻ്റെ അപ്പുറത്താണ് പുഴ. ഈ കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് വെള്ളം വേനൽക്കാലത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ തെങ്ങ് കാണുന്നുണ്ടല്ലേ, ഈ തെങ്ങിൻ്റെ കുറച്ച് അപ്പുറത്താണ് പുഴ. അപ്പോൾ അവിടെ നിൽക്കുകയാണ് വെള്ളം ഒടിക്കുക. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഈ അമ്പലത്തിൻ്റെ കുറച്ച് താഴത്തേക്കുള്ള അവിടെയാണ് പുഴ. അതൊക്കെ മഴ വന്നാൽ നിറയും. ചോറ് ഊതിയിരുന്നു. അതങ്ങനെ ഈ റൂട്ട് പോയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാലാണ് പുഴ. എന്നാണ് ഞങ്ങളെ ഹസ്സിൻ്റെ തറവാട്. ഹസ് ജനിച്ച് വളർന്ന വീട്. ഇതാണ് അവിടുത്തെ അമ്പലം. ഇതാണ് മറ്റേ നമ്മളെ ഇടവപ്പാതിയിൽ പൂജ കഴിക്കില്ലേ, അതിന് അമ്പലമാണത്. അമ്പലം മീൻസ് പറഞ്ഞാൽ അവിടുത്തെ എല്ലാവർക്കും, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. എല്ലാവരും കൂടി വന്നിട്ടാണ് പൂജയൊക്കെ കഴിക്കാറ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പൂജ പറഞ്ഞാൽ പൊരി, അവൽ, പിന്നെ വെള്ള നൈവേദ്യം, അതൊക്കെ വെച്ചിട്ടാണ് പൂജ കഴിക്കാറ്. അപ്പോൾ അവരതിൻ്റെ കുറച്ച് ഓട്ടത്തിലാണ് കേട്ടോ. രാവിലത്തെ പൂജ സമയത്ത് എല്ലാവരും വന്ന് ഞങ്ങൾ തൊഴുതാറുണ്ട്. എല്ലാവരും കുക്കിങ്ങാണ്, തേങ്ങ ചിരകൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കറി വയ്ക്കാനും. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടി അവരൊരു കുക്കിങ്. ഇതാണ് അവിടുത്തെ പൂജപ്പങ്ക്. പൊരി, അവലെല്ലാം ഇട്ടിട്ട് കറികളൊക്കെ റെഡിയായി, ചോറ് റെഡിയായി. അടുപ്പിലാണൊക്കെ എല്ലാം വയ്ക്കാറ്. ഇതാണ് വെള്ള നൈവേദ്യം. അങ്ങനെ കേബേജ് ഉപ്പേരി, അങ്ങനെ എല്ലാം കുറേയൊക്കെ എല്ലാവരും കൂടിയൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. മഴയാണെങ്കിലും എല്ലാം
എല്ലാവരും കൂടിയായപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല ജാളിയായി ചെയ്തു. ഫുഡൊക്കെ റെഡി ആയിട്ടൊരു പൂജയുണ്ട്. ഫുഡ് കറിയും ഒക്കെ കൊടുത്തിട്ടൊരു പൂജ കഴിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം എല്ലാവരും തൊഴുതാറുണ്ട്. പൂജ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തൊഴുത് എന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു 4-5 അച്ഛന്മാരവർ മക്കളും പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും അങ്ങനെ എല്ലാവരും കൂടിയൊക്കെയാണ് അത് കഴിക്കാറ് അമ്പലത്തിൽ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാം. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ പൂജയും ഫുഡ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചുമ്മാ എടുക്കുക. ചിക്കൻ കറി, ചോറ്, കാബേജ് തോരൻ, കറി, അച്ചാറ്, പപ്പടം. ഇതാണ് പൂജയുടെ സദ്യ. ഓക്കെ, താങ്ക് യു.